ഹേയ് 20ഓളം മാവിനങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് സൂപ്പർ ക്യൂൻ്റെ സൂപ്പർ പ്ലാന്റ്സ് ആണ്. നല്ല ഹെവി സൈസിൽ കായ്ക്കുന്ന നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ് സൂപ്പർ ക്യൂൺ. അതിൻ്റെ ഹെൽത്തിയായ പ്ലാന്റ് 550 രൂപയാണ് റേറ്റ് വരുന്നത്. കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ തൈകളാണ്. പർപ്പിൾ മാംഗോ എന്നറിയപ്പെടുന്ന, പഴുത്ത് കഴിഞ്ഞാൽ നല്ല പർപ്പിൾ കളറിൽ കാണുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് കിങ് ഓഫ് ചക്കാപ്പത്ത്. അതിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകളും സ്റ്റോക്കിലുണ്ട്. R2E2 മാവിൻ്റെ തൈകളാണ്. ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിൽ കാണുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ്. കുറച്ച് സമയം എടുത്ത് കായ്ക്കുന്ന R2E2ൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തതുമായ തൈകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് സേഫായി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ പ്ലാന്റ്സുകളും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇത് നാംഡോക്മായുടെ ഗോൾഡിൻ്റെയും ഗ്രീൻ്റെയും നല്ല വെറൈറ്റിയുടെ 400 രൂപ കൊടുക്കുന്ന തൈകളാണ്. ബഡ് ചെയ്ത് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഗോൾഡിൻ്റെയും ഗ്രീൻ്റെയും തൈകളുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്ന വെറൈറ്റി ബനാന മാംഗോയുടെ തൈകളാണ്. നല്ല ബനാന ഷേപ്പിൽ കായ്ക്കുന്ന, നീളത്തിൽ കായ്ക്കുന്ന, വളരെ പെട്ടെന്ന് കായ്ക്കുന്ന, ഒരു 3-4 വർഷം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന, ടേസ്റ്റി പറഞ്ഞാൽ നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ് ബനാന മാംഗോ. അതിൻ്റെ ഒരു 3 അടിക്ക് മുകളിൽ 4 അടിക്ക് ഹൈറ്റിൽ നല്ല ഹെൽത്തിയായ ബഡ് ചെയ്ത് വന്ന, കേരളത്തിൽ നിന്ന് ബഡ് ചെയ്ത് വന്ന നല്ല പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന കാറ്റിമൂൺ ആണ്. തായ്ലാൻഡ് ഓൾ സീസൺ മാംഗോ എന്നറിയപ്പെടുന്ന കാറ്റിമൂണിൻ്റെ ഒരു 2 വർഷം കൊണ്ട് ഈസി ആയിട്ട് ഈ തൈകൾ വെച്ച് കഴിഞ്ഞാൽ കായ്ച്ചു കിട്ടും. 280 റേഞ്ചിലാണ് കൊടുക്കുന്നത്. മിയാസാക്കി മാവിൻ്റെ തൈകളാണ്. ഒക്കെ ഇപ്പോൾ കാണിച്ച എല്ലാ വിദേശി ഇനങ്ങളാണ്. മിയാസാക്കി മാവിൻ്റെ നല്ല ഹെൽത്തിയായ ഒരു 4 അടിക്ക് ഹൈറ്റുള്ള നല്ല പ്ലാന്റ്സുകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് നാംഡോക്മായുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഈ കൂട്ടത്തിൽ റെഡ് ഐവറി, റെഡ് ഡ്രാഗൺ, അരോമയുടെ ഒക്കെ നല്ല തൈകളുണ്ട്. ഇത് പ്രിയൂർ മാവിൻ്റെ തൈകളാണ്. ഹോം ഗ്രൗണ്ട് എല്ലാ പ്ലാന്റ്സും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം ഇവിടെ സ്റ്റോക്കിലുള്ളത് കാണിക്കുകയാണ്. മല്ലികയുടെ നല്ല തൈകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൊളമ്പ് മാവിൻ്റെ തൈകളാണ്. കൊളമ്പിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ്. വളരെ പെട്ടെന്ന് എല്ലാ സീസണിലും നന്നായിട്ട് കായ പിടിക്കുന്ന, കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ് കൊളമ്പ്. നന്നായിട്ട് കായ പിടിക്കും, ബഞ്ചസ് ആയിട്ട് കൊല കുത്തി കായ പിടിക്കുന്ന വെറൈറ്റിയാണ്. ഹോം ഗ്രൗണ്ട് പ്ലാന്റ്സ് 380 രൂപക്കാണ് ഈ തൈകൾ നമ്മൾ കൊടുക്കുന്നത്. ബഡ് ചെയ്ത് വന്ന ക്വാളിറ്റി പ്ലാന്റ്സുകൾ. കാലാപ്പാടിൻ്റെ 280 രൂപ കൊടുക്കുന്ന തൈകളാണ്. ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തിയായ ബഡ് ചെയ്ത് വന്ന തൈകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് ആപ്പിൾ റുമാനിയയുടെ തൈകളാണ്. അത്യാവശ്യം ഒരു മീഡിയം ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ് ആപ്പിൾ റുമാനിയ. അതിൻ്റെ ഷേപ്പിനാണ് പ്രത്യേകത. അതിന് നല്ല തൈകളുണ്ട്. നീലൻ്റെ കുറച്ച് ലേറ്റായിട്ട് കായ്ക്കുന്ന തൈകളാണ് നീലൻ. പക്ഷേ നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ്. കേരളത്തിൽ കുറച്ച് ലേറ്റായിട്ടാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇത് ചന്ദ്രകാരൻ്റെ കുറച്ച് തൈകളും ഇതേ വലുപ്പത്തിലുള്ള തൈകൾ ഇപ്പോൾ നമ്മളെ സ്റ്റോക്കിലുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹിമാപസന്തിൻ്റെ നല്ല ഹെൽത്തിയായ 250 രൂപ കൊടുക്കുന്ന തൈകളാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഹിമാപസന്ത് കായ്ക്കുക. കുറച്ച് 5 വർഷമൊക്കെ എടുക്കും. പക്ഷേ നല്ല ടേസ്റ്റിയായ, സൂപ്പർ ടേസ്റ്റിയായ മാങ്ങയാണ് ഹിമാപസന്ത്. ജഹാംഗീർ മാവിൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് അൽഫോൺസ മാവിൻ്റെ തൈകളാണ്. അൽഫോൺസയുടെ ബഡ് ചെയ്ത് വന്ന, കേരളത്തിൽ നിന്ന് ബഡ് ചെയ്ത് വന്ന തൈകൾ വളരെ കുറച്ച് മാത്രം തൈകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. സാധാരണ എല്ലാ പ്ലാന്റ്സും ഗ്രാഫ്റ്റ് ചെയ്താണ് വരാറ്. അതിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മളിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച മീഡിയം പ്ലാന്റ്സുകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും. മാവിൻ്റെ തൈകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് മൽഗോവടി, മൂവാണ്ടൻ്റെ ഒക്കെ തൈകളാണ്. 250-300 റേഞ്ചിൽ കൊടുക്കുന്ന തൈകൾ. പ്ലാൻസ് വേണ്ടവർ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ എന്തായാലും മറക്കാതെ മെസ്സേജ് അയക്കണം. ഇന്ത്യൻ കിസാൻ മാർട്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്, മുള്ളൂർക്കര.